ശരിയാ. നമ്മുടെ രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ കണ്ണുകളെ ഈറനണിയിച്ചുകൊണ്ടൊരു വിമാന ദുരന്തം നടന്നു. പക്ഷെ കൃത്യമായൊരു അന്വേഷണം അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും എന്താണ് സംഭവിച്ചത് എന്നത് ഇപ്പോഴും അറിയില്ല. ഔദ്യോഗികമായി ആരും അറിയിച്ചിട്ടില്ല. എന്തായിരിക്കും? അതെ, ബ്ലാക്ക് ബോക്സ് ഒക്കെ അതിന് കിട്ടിയല്ലോ, അതിന്റെ എന്തൊക്കെയോ സംഭവങ്ങളെല്ലാം കിട്ടി. അതായത് വിമാനത്തിൽ എന്ത് നടന്നാലും എത്ര കരിഞ്ഞു പോയാലും വെള്ളത്തിനടിയിൽ പോയാലും ഈ സാധനം ഒരിക്കലും കള്ളം പറയില്ലെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ട് അതിന്റെ വിവരങ്ങൾ പുറത്തു വിടുന്നില്ല? എനിക്ക് തോന്നുന്നു 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ബ്ലാക്ക് ബോക്സ് അവർക്ക് കിട്ടിയെന്ന് തോന്നുന്നു. പക്ഷെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. പറയുന്ന ആരോപണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യന്ത്രത്തകരാറ് 2 എഞ്ചിനും ഒരേപോലെ രഹിതമായത് കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നും ഇതിന്റെ റാമോ റാഡോ എന്ന് പറഞ്ഞൊരു സംഭവം പുറത്തേക്ക് റാറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം പുറത്തേക്ക് വരും. അത് ഏറ്റവും അപകടകരമായ സംഭവം നടക്കുമ്പോഴാണ്, അല്ലെങ്കിൽ എന്തിന്റെ എഞ്ചിൻ തകരാറിലാകുമ്പോഴാണ് അത് പുറത്തേക്ക് വരുന്നത്. അതും താൽക്കാലികമായിട്ട് മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. പിന്നെ ഒരു ആരോപണം വരുന്നത് സീനിയർ പൈലറ്റ് എന്ന് പറയുന്നത് 8400 അവേഴ്സ് പരിചിതനായിട്ടുള്ള അവേഴ്സ് പറത്തി പരിചിതനായിട്ട് പൈലറ്റ്, അദ്ദേഹത്തിന്റെ വാക്കുകൾ അനുസരിച്ച് ജൂനിയർ പൈലറ്റ് ലിവർ മാറ്റി ആണ് ഉയർത്തിയതെന്ന് പറയുന്നത്. അങ്ങനെ ഉയർത്തുമ്പോൾ വെറും 850 അടിയോളം മാത്രം ഉയർന്ന് ഇത്രയും ഭാരമുള്ള വിമാനത്തിന് പൊങ്ങാൻ സാധിക്കില്ലെന്നും അത് താഴേക്ക് കൂപ്പുകുത്തുമെന്നൊക്കെയാണ് ഓരോരുത്തരുടെയും നിഗമനങ്ങൾ. പക്ഷെ സത്യം 1600 അടി ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ അതിന് ഉയർന്നു പൊങ്ങാമായിരുന്നു എന്ന് പറയപ്പെടും. പക്ഷെ ഇപ്പോൾ പറയുന്നത് ജനസാന്ദ്രമായിട്ടുള്ള ഒരു മേഖലയിലാണ് ഇത് തകർന്ന് വീണിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ അപകടം, ജനസാന്ദ്രത്തിന് പകരം അത് പൈലറ്റിന്റെ ഒരു മെയ്ഡേ അദ്ദേഹം അയച്ചിരുന്നു അപകടത്തിലാണെന്നുള്ളത്. പക്ഷെ പൈലറ്റിന്റെ ഒരു മനസാന്നിധ്യം കൊണ്ട് മാത്രമാണ് ഇത് ആ കെട്ടിടത്തിന് മുകളിലേക്ക് ഇടിച്ചിറക്കി. അതുകൊണ്ട് ഇത്രയും അപകടം കുറഞ്ഞു എന്ന് പറയപ്പെടും. അതൊരു മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലായിരുന്നു. അവിടെ മെസ്സുണ്ട് ആ സമയത്ത്, പ്രത്യേകിച്ച് ഉച്ച സമയം. എന്തായാലും ഒരു പക്ഷേ 1000 പേര് മരിക്കേണ്ടതായിരിക്കാം, ഒരു പക്ഷേ 250 അല്ലെങ്കിൽ 300 താഴെ ആൾക്കാർ മരിച്ചതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ എന്തായാലും ഒരു വലിയ വേദന എന്ന് മാത്രമല്ല, ഇപ്പോൾ ഫ്ലൈറ്റ് അറ്റൻഡർമാരുടെയൊക്കെ റീൽസ് നമുക്ക് കാണാം. ഒരു ഹൃദയം ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരും ഒരുപാട് പ്രാർത്ഥനകളൊക്കെ ആയിട്ടാണ് പോകുന്നത്. അത്രയും ഭാരപ്പെട്ട മനസ്സോട് കിട്ടണം. കാരണം ആരുടെയും ജീവിതം ഒരിക്കലും സുരക്ഷിതമല്ല. ഇത്രയും കാലം നമ്മൾ റോഡ് അപകടങ്ങളെ കുറിച്ച് സങ്കടപ്പെട്ടു, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ട്രെയിൻ അപകടങ്ങളെ കുറിച്ച് സങ്കടപ്പെട്ടു. പക്ഷേ ഇതൊരു വല്ലാത്തൊരു അപകടമായിപ്പോയി. എന്ന് വെച്ചാൽ നാട്ടിൽ വെറുതെ നടന്നു പോകുന്ന ആൾക്കാരുടെ തലയിൽ വന്ന് വിമാനമൊക്കെ വീണ് നമ്മൾ കഥകളിലൊക്കെ വായിച്ച് കേട്ടിട്ടുള്ളൂ. മോങ്ങാനിരുന്ന ആൾക്കാരുടെ തലയിൽ തേങ്ങ വീണ് മരിക്കാന്നൊക്കെ പറഞ്ഞു. അതിന്റെ ഇടയിൽ ഒരു വിശ്വാസ് കുമാർ രമേശ്, അതൊരു വലിയ അത്ഭുതം. കാരണം ദൈവത്തിന്റെ ഒരു കൈ. അത് ഇപ്പൊ പുതിയ ക്ലിപ്പ് ബൈറ്റ്സുകൾ പുറത്തു വന്നിട്ടുണ്ട്. പുള്ളി ആ ഒരു ഗോളത്തിന്റെ ഇടയിൽ നിന്ന് ഓടിപ്പാടി വരുന്ന സീൻ, അതിന് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അത് ഇന്നലേക്ക് ആയിട്ടാണ് പുറത്തേക്ക് വരുന്നത്. സത്യം പറഞ്ഞാൽ 2025 ഒരു വല്ലാത്ത വർഷം തന്നെയാണ് ലക്ഷ്യത്തെ. കാരണം ഈ ഒരു അപകടങ്ങളാണ് നടന്നത്. ഇപ്പൊ സ്റ്റാമ്പേഡുകൾ എന്തോരം ഉണ്ടായി. കഴിഞ്ഞ ദിവസം ചെന്നൈയിലല്ലേ മറ്റേ സൂപ്പർ വിജയിച്ചതിന്റെ ഭാഗമായിട്ടുണ്ടായ മേളയിൽ അത് ആനന്ദമായിട്ടിരുന്ന സമയത്ത് അത് ദുഃഖകരമായി 10-18 പേരോളം മരിക്കും. അതേപോലെ ആ വീഡിയോ എടുത്ത പയ്യനെ കഴിഞ്ഞ ദിവസം കണ്ടു. അവൻ ആര്യനും തമാശക്ക് എടുത്തതാണ്. പക്ഷെ അത് പുതിയ അന്വേഷണത്തിന് വലിയ തെളിവായി മാറിയിരിക്കുന്നു. അപ്പൊ അവൻ അങ്ങനെ എടുത്തുകൊണ്ടാണ് അതിന്റെ ഒരു എങ്ങനെയാണ് അത് വീണുന്നു എന്നുള്ളത് അറിയാൻ സാധിച്ചത്. അല്ലെങ്കിൽ ആരറിയാനാണ് അത് എങ്ങനെ കൃത്യമായിട്ട്. സത്യത്തിൽ ഞാനിതൊക്കെ കണ്ടുകൊണ്ടിരുന്ന സമയത്തെ ഞാൻ ഓർക്കരുത് എന്താ സംഭവിക്കുന്നത്, ഇത് ചുമ്മാ തമാശയാണോ എന്ന് പിന്നെയാണ് മനസ്സിലായത്. ഇത്രയും വലിയ അപകടത്തെ നമുക്കത് ഇപ്പൊ എല്ലാവരും റീൽസ് ഒക്കെ എടുത്ത് കളിക്കുന്ന ഒരു കാലമാണല്ലോ, അതാണെന്നാണ് ഞാൻ ധരിച്ചത്. പക്ഷെ അതിന്റെ വ്യാപ്തി ഇത്ര മാത്രമായിരുന്നു. അതുപോലെ വിനയ് കുമാർ, അതൊരു വല്ലാത്ത അത്ഭുതം. ഈ ഗുണനിലവാരം വലിയൊരു വിഷയമാണ്. നമ്മൾ സത്യത്തിൽ ഇത്രയും കാലം കരുതുന്നത് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ്, ഭയങ്കര ക്വാളിറ്റിയാണ്. അത് ഒന്നും സംഭവിക്കത്തില്ല. അതായത് സപ്പോസ് ഇതുപോലുള്ള കാര്യങ്ങൾ അപൂർവം സംഭവിക്കും, അല്ലെങ്കിൽ പൈലറ്റിന്റെ പിഴവ് കൊണ്ട് ഇടിച്ചിറക്കുന്ന അങ്ങനെയൊക്കെയാണ് നമ്മൾ ധരിച്ചിരുന്നത്. പക്ഷെ ബോയിങ്, പ്രത്യേകിച്ചും ബോയിങ് എയർലൈനർ ഒരു ലൈനർ എന്ന് പറയുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള ഏറ്റവും വലിയ വിമാനങ്ങൾ നിർമ്മിക്കുന്ന ദൂരയാത്ര, ഇത് നോൺ സ്റ്റോപ്പ് വിമാനമായിരുന്നു അഹമ്മദാബാദ് ടു ലണ്ടൻ. അപ്പോൾ അത്രയും വലിയ വിമാനങ്ങൾ നിർമ്മിക്കുന്ന ഒരു കമ്പനി ഇങ്ങനെ ഗുണമേന്മയില്ലാത്ത ഒരു സംഭവം നിർമ്മിക്കുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ ചരിത്രം ചെയ്യേണ്ടി വരും. കാരണം ഈ ബോയിങ്ങിൽ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന പല ഉദ്യോഗസ്ഥരും ഇവരുടെ ഈ ഒരു ക്രമക്കേടുകൾ കണ്ട് നിർത്തിപ്പോയിട്ടുണ്ട്. ചിലവരൊക്കെ ഇവർ കൊന്നുകളഞ്ഞെന്നും കിംവദന്തികൾ പറയുന്നുണ്ട്, പുറത്ത് പറയാതെ. അതായത് ഈ ഗുണനിലവാരം ഇല്ലായ്മ ചൂണ്ടിക്കാണിച്ചത് ബോയിങ്ങിൽ തന്നെ വർക്ക് ചെയ്തിരുന്ന അവിടുത്തെ ഉദ്യോഗസ്ഥരായിരുന്നു. അതും ഉന്നത ഉദ്യോഗസ്ഥർ. അതായത് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിരുന്ന ഉന്നതതല ഉദ്യോഗസ്ഥരാണ് ഇതിനെക്കുറിച്ച് ആദ്യം പരാതിപ്പെടുന്നത്. പക്ഷെ ആ പരാതി അവർ മുക്കി. അങ്ങനെ പറഞ്ഞവരെയൊക്കെ അവരവിടുന്ന് പിരിച്ചു. പിന്നെ കൃത്യമായി കേസിന് പോകുന്നുള്ളവരെയൊക്കെ അവർ നേരെ പിന്നെ എന്തൊക്കെയോ ഒരു ദുരൂഹതയുണ്ട്. അതേപോലെ കൃത്യമായൊരു റിപ്പോർട്ട് ജനങ്ങൾക്ക് മുന്നിൽ വെക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുമില്ല അല്ലെ? അതെ. എന്തായാലും നമ്മുടെ രഞ്ജിത അടക്കം ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. DNA ടെസ്റ്റ് നടക്കുന്നതേ ഉള്ളൂ. ഏതാണ്ട് 83 പേരുടെ ബോഡികൾ ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രി വിജയ് റുപാണി അങ്ങനെയുള്ള ആളുകളൊക്കെ. എന്തായാലും ആരുടെ ഭാഗത്താണ് പിഴവെങ്കിലും നഷ്ടപ്പെട്ടവർക്കാണ്. സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് സ്വപ്നങ്ങളേറി ലണ്ടനിലേക്കും മറ്റു നാടുകളിലേക്കും പോയി ജീവിതം കരിപ്പിടിപ്പിക്കാൻ പോയ മനുഷ്യരുടെ ജീവിതങ്ങളാണ്, കുടുംബങ്ങളുമാണ് താറുമാറായി പോയത്. എത്ര ധനസഹായം കൊടുക്കുമെന്ന് പറഞ്ഞാലും ഒരു അമ്മയ്ക്ക് പകരം അമ്മയും അച്ഛന് പകരം അച്ഛനും
അല്ലെങ്കിൽ ആരാണോ ആ വീടിന്റെ അത്താണിക്ക് പകരം ആരും ആവില്ല. സോ അതുകൊണ്ട് തന്നെ വിമാന കമ്പനികൾ ഇനിയും ഈ കാര്യത്തിൽ കൂടുതൽ കാര്യക്ഷമത ഉണ്ടാവുക. ഇന്ത്യൻ ഗവൺമെന്റ് തീർച്ചയായിട്ടും മേടിക്കുന്ന ഫ്ലൈറ്റുകളുടെ ഗുണനിലവാരം എത്രമാത്രം ഉണ്ടെന്ന് തീർച്ചയായിട്ടും നിജപ്പെടുത്തിയേ മതിയാവും.